ചെയ്തിട്ടുള്ള അതേ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ. മുൻകാലങ്ങളിൽ കഴിഞ്ഞ PSC-കളിലൊക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഓഫീസർ തസ്തികയോടൊപ്പമായിരുന്നു ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് വിളിച്ചിരുന്നത്. ഏകദേശം 1998 ഇൻഷുറൻസ് വകുപ്പിലേക്ക് അല്ലെങ്കിൽ ESIയിലേക്ക് ഒരു സെപ്പറേറ്റ് പരീക്ഷ നടത്തിയിരുന്നു. അതിനുശേഷം 2002-ലും 2008-ലും 2013-ലും 2018-ലും ഏകദേശം 4-5 തസ്തിക പോസ്റ്റിലേക്ക് നേരിട്ട് ഹോമിയോപ്പതി വകുപ്പിന്റെ മെഡിക്കൽ ഓഫീസർ വിളിച്ചതോടൊപ്പം ഇത് വിളിക്കുകയും ഒരേ പരീക്ഷയിലൂടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്ന് ആളുകളെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യമായിരുന്നു. പക്ഷേ 2022 PSC വിളിച്ചപ്പോൾ ESIയിലേക്ക് വിളിച്ചിരുന്നില്ല. അന്ന് അതിൽ ഒഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതായിരിക്കണം അതിന് കാരണം. ഇപ്പോൾ ഒഴിവ് വന്നു. ഒരു പോസ്റ്റ് പറഞ്ഞിട്ടാണ് PSC വിളിച്ചിരിക്കുന്നത് എങ്കിലും ESIയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ പറയുന്നത് 3-4 ഒഴിവുകൾ 4 ഒഴിവുകൾ ഉണ്ടെന്നാണ്. ഏതായാലും ഈ പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോഴേക്കും ഒരു 6-7 പരമാവധി 8 ഒഴിവുകൾ വരെ വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 8 ഒഴിവുകൾക്ക് വേണ്ടി നമ്മൾ എഴുതണമോ ഇല്ലെങ്കിൽ ഈ 8 ഒഴിവുകൾ എഴുതിയാൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, 8 ഒഴിവുകളായാലും ഇല്ലെങ്കിൽ 1 ഒഴിവായാൽ പോലും അത് നേടിയെടുക്കും എന്നുള്ള ഒരു വാശി നിങ്ങൾക്കുണ്ടാവുകയും അതിനനുസരിച്ചൊരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത്, ഒരു പഠനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യണം. ഒപ്പം ഈ ഒരു തസ്തികയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ ആത്മാർത്ഥമായി പഠിച്ച് അടുത്ത വർഷം ഒരുപക്ഷെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരിക്കാം എക്സാം വരുന്നത്. അന്നത്തേക്ക് ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ എഴുതി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ എഴുതി ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴേക്കും അടുത്ത ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസറുടെ നോട്ടിഫിക്കേഷനും വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് രീതിയിൽ അത് ഗുണപരമായോ അല്ലെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ അതേ രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്താൽ ഒരു പരീക്ഷ കൂടി എഴുതാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ലെവൽ ഓഫ് ലേണിങ്ങിൻ്റെ മനസ്സിലാക്കാനുള്ള ഒരു അളവ് കോലാണ് അല്ലെങ്കിൽ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ഇപ്പോൾ PSC വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ തയ്യാറായി വരിക, അതിനുള്ള ഒരു തുടക്കം കുറിക്കുക, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ നമ്മളുടെ ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങുകയാണ്, സജീവമാകുകയാണ്. പ്രാക്ടീസ് മെഡിസിനാണ് ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ അർച്ചന ചന്ദ്രൻ പ്രാക്ടീസ് മെഡിസിൻ റെസ്പിറേറ്ററി സിസ്റ്റവും കാർഡിയോ വാസ്കുലാർ സിസ്റ്റവും മിക്കവാറും ഈ ഓഗസ്റ്റ് മാസത്തിൽ ഫിനിഷ് ചെയ്യും. ഒപ്പം മെട്രിയാമെഡിക്ക ക്ലാസ്സുകൾ 2-3 ക്ലാസ്സുകൾ ഉണ്ടാകും. ഒരു 4-5 ഡ്രഗ് മുൻകൂട്ടി അനൗൺസ് ചെയ്ത് ആ 5 ഡ്രഗിൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഡോക്ടർ ശില്പ ശശിയാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ അത്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ സരിക സരിൻ, ഡോക്ടർ അഞ്ജു ശിവറാം, ഡോക്ടർ ശാന്തിപ്രിയ, ഇവരുടെയൊക്കെ മെട്രിയാമെഡിക്ക ക്ലാസ്സുകൾ വരുന്ന മാസങ്ങളിലുണ്ടാകും. ഒപ്പം ഡോക്ടർ മോമിന സമദ് ഫാർമസി, അങ്ങനെ 2-3 ക്ലാസ്സുകളാണ്, 2-3 വിഷയങ്ങളാണ് ഈ മാസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പുതുതായി എഴുതുന്നവർക്ക് അവരുടെ ഒരു അറിവിലേക്കായിട്ട് നമ്മളുടെ 100 മാർക്കിന്റെ പരീക്ഷ, അതിൽ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 55 മാർക്ക്, അതായത് മുൻഗണന ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് തന്നെയാണ്. സിലബസ് കൃത്യമായി PSC പബ്ലിഷ് ചെയ്യും. ഓർഗനോൺ, മെട്രിയാമെഡിക്ക, റെപ്പർട്ടറി ഈ 3 വിഷയങ്ങൾക്കും 15 മാർക്ക് വീതവും, അങ്ങനെ 45, ഫാർമസി 10 മാർക്ക്, അങ്ങനെ 55 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്കും നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് 45 മാർക്ക്. അതിൽ പ്രാക്ടീസ് മെഡിസിനാണ് 10 മാർക്ക്, സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ അഥവാ കമ്മ്യൂണിറ്റി മെഡിസിന് 8 മാർക്ക്, 18,
പതോളജി, മൈക്രോബയോളജി, പാരസെറ്റോളജി 7 മാർക്ക്, 18ഉം 7ഉം 25. ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 5 മാർക്ക് 30. ഫിസിയോളജി ബയോകെമിസ്ട്രി 5 മാർക്ക് 35. പിന്നെ അനാറ്റമിക്ക് 3 മാർക്ക്, ഫോറൻസിക് മെഡിസിൻ. അങ്ങനെയാണ് നമ്മളുടെ മാർക്കിന്റെ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഏകദേശം ഇതേ രീതിയിൽ ഇതേ പ്രയോറിറ്റി കൊടുത്തു തന്നെ പഠിക്കണം. ഫാർമസിയൊക്കെ പഠിക്കാൻ 10 മാർക്ക് കൊണ്ട് ഫാർമസിക്കെങ്കിലും വേണമെങ്കിൽ ഫാർമസി പഠിക്കാൻ ഒരു കുറച്ച് സമയം കുറച്ചെടുത്താൽ മതിയാകും. കാര്യം ഫാർമസി കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ. റെപ്പട്രിക്കും 15 മാർക്ക് ഉണ്ടെങ്കിലും അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഓർഗനോണിനും വേണമെങ്കിൽ ഒരല്പം സമയം കുറച്ചുകൂടെ നമുക്ക് തിരിച്ച് പ്രാക്ടീസ് മെഡിസിനിലേക്കോ മെട്രിയോമെഡിക്കോ ഒക്കെ പഠിക്കുന്നതിന് എടുക്കാം. എന്തായാലും ഇതാണ് മാർക്കിന്റെ ഡിവിഷൻ. ഈ മാർക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കുവാൻ. അപ്പോൾ ഞാൻ കൂടുതൽ ഒരു സിലബസിന്റെ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് കഴിഞ്ഞ PSC പരീക്ഷയിൽ ഒരു ഉന്നത വിജയം നേടിയ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PSC നിന്ന് അഡ്വൈസിൽ ലഭിച്ച ഡോക്ടർ സഹല ടി. ഡോക്ടർ സഹല നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും പ്രാക്ടീസ് മെഡിസിൻ MD ഹോമിയോ PG കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടറാണ്. കഴിഞ്ഞ PSC പരീക്ഷയിൽ ആദ്യത്തെ റാങ്കുകളിൽ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ ഒരു പഠന രീതി, ഇല്ലെങ്കിൽ ഡോക്ടർക്ക് നിങ്ങളോട് എങ്ങനെ പഠിക്കണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുവാനുള്ള താല്പര്യമുണ്ട്. അതായിരിക്കും ഇന്നൊരു മണിക്കൂർ നടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ആദ്യ റാങ്കുകൾ തൊട്ട്, അതായത് 1ാം റാങ്ക് കിട്ടിയ പ്രേംതീഷ്ണ പ്രീതം, 2ാം റാങ്ക് അമൃത, അങ്ങനെ തുടങ്ങി 10ാം റാങ്കിലുള്ള സനുശ്രീ നാരായണൻ, ഇങ്ങനെ മിക്കവാറും കുറേ ആളുകളുടെ ഏകദേശം 10-20 ഡോക്ടർമാരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു. അതെല്ലാവരും നേരിട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് സക്സസ് ഹോമിയോപ്പതി അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അതെല്ലാം ലഭ്യമാണ്. നിങ്ങൾക്കത് കേൾക്കാം. ഡോക്ടർ ഷിജിലും ഡോക്ടർ സാഗർ MKയും ഡോക്ടർ അരുമ പ്രകാശും ഒക്കെ പറഞ്ഞത് അതിൽ കിടപ്പുണ്ട്. ഡോക്ടർ അഞ്ജു ശിവറാം വളരെ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്ത രീതികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ സഹല നിങ്ങളോടൊപ്പം 1 മണിക്കൂർ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കും. നിങ്ങളുടെ സംശയങ്ങളും ഡോക്ടർ സഹല ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഡോക്ടർ, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ആദ്യമേ നമ്മുടെ ഡോക്ടർ അശോക് സാറിന് നന്ദി പറയാണ് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ആക്ച്വലി നിങ്ങൾ വളരെ ലക്കിയാണ്. ഞാനൊക്കെ പഠിച്ച് തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിനു മുമ്പ് PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയാണ്, ആ ഒരു സമയത്തും നമുക്കിതുപോലെ ഇപ്പോൾ ഇത്രയും റാങ്ക് ഹോൾഡേഴ്സ്, ഇത്രയും മുന്നോട്ട് വന്നിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അവരുടെ സ്റ്റഡി മെത്തേഡ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പഠിച്ചത്, അവരെന്തൊക്കെ മെറ്റീരിയലാണ് പ്രിഫർ ചെയ്ത് പഠിച്ചത്, അവരുടെ ആ ഒരു എങ്ങനെയായിരുന്നു അവരുടെ ജേർണി എന്നുള്ളത് നമുക്ക് ഇതുവരെ ഞാൻ പഠിച്ച സമയത്തൊന്നും എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ഇത്രയും പേരുടെ, അതായത് നമ്മുടെ നല്ലോണം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വന്ന ആളുകളുടെ സ്റ്റഡി മെത്തേഡും അവർ പഠിച്ച രീതി, അവരുടെ എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എൻ്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞത്, അത് നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ടൈപ്പ് ഓഫ് സ്റ്റഡി ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ പഠിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഈ PG എൻട്രൻസും PSCയും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, ഞാൻ UG പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളെ ആയിരുന്നില്ല. സ്റ്റുഡിയസ് എന്ന് പറയാൻ പറ്റില്ല, മാക്സിമം
എന്തൊക്കെ ഉഴപ്പാൻ പറ്റുമോ അത്രയും ഉഴപ്പിയിട്ട് UG പാസ്സായിട്ട് 2016 പാസ് ഔട്ട് ആയത്. ഞാൻ കാലിക്കറ്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. പക്ഷേ എന്നെഴുതിയിട്ട് സപ്ലിമെൻ്ററി ബാച്ച് അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് അതുപോലെ തന്നെ എഴുതി അങ്ങനെ പാസ് മാർക്ക് വാങ്ങിച്ച് അങ്ങനെ പാസ്സായിരുന്ന ഒരാളാണ് UGയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തത്. ആഫ്റ്റർ 5 ഇയേഴ്സാണ്. ഞാൻ 5 ഇയേഴ്സ് ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കൂടെ ഞാൻ ആ ഒരു സിലബസിനുള്ള ടച്ച് വിട്ടു. ആകെ ഒരു മെഡിക്ക വല്ലപ്പോഴും അപ്പോൾ പേഷ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്താ പറയുക വായിക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് മെഡിക്ക അങ്ങനത്തെ ചെറിയ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ റെപ്പട്രി കുറച്ച് റെഫർ ചെയ്യാറുണ്ടായിരുന്നു. അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ ചില ടോപ്പിക്സ് മാത്രം ചില പേഷ്യൻസ് അസുഖങ്ങൾ വന്ന് പറയുമ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ബുക്സിൽ നമ്മൾ റെഫർ ചെയ്യും എന്നല്ലാണ്ട് അതിൽ കൂടുതലൊന്നും പഠിക്കുന്ന ഒരാളായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ PSC ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നുള്ളതാണ്. അതിന് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു എയിം വേണം. ഞാൻ വലിയ കാര്യങ്ങളായിട്ട് പറയല്ല. എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന PSC എനിക്ക് അതായത് കിട്ടണം എന്നുള്ള ഒരു വിശ്വാസം, അതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഇനിയിപ്പോൾ പഠിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് എക്സാമിന് ക്രാക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ലക്കൊക്കെ കൂടി കിട്ടി അങ്ങനെ നമുക്ക് പറ്റുകയാണെങ്കിൽ കയറണ്ട, അങ്ങനത്തെ ഒരു തോട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാടില്ല. നമുക്ക് കിട്ടും, ഞാൻ ഈ PSC ക്രാക്ക് ചെയ്യും, എനിക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എനിക്കത് എന്തായാലും കിട്ടണം എന്നുള്ള ഒരു, അതായത് അതും ഫസ്റ്റ് 5ൻ്റെ ഉള്ളിൽ കിട്ടണം അല്ലെങ്കിൽ ഫസ്റ്റ് 10ൻ്റെ ഉള്ളിൽ കിട്ടണം, അതിൻ്റെ അപ്പുറത്തോട്ട് പോരുത്. അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫസ്റ്റ് 15ൻ്റെ ഉള്ളിലെങ്കിലും നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ എന്താ പറയുക, ഈ ഒരു ഫസ്റ്റ് 50ൽ വന്നിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഒരാൾ പോലും ലക്ക് ഫാക്ടർ കൊണ്ട് കയറിപ്പോയവരല്ല, അതെനിക്ക് ഷുവറാണ്. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തവർ മാത്രമാണ്. ലക്ക് ഫാക്ടറിന് ഒരു പ്രയോറിറ്റി ഉണ്ട് ആക്ച്വലി. അത് ഈ ഹാർഡ് വർക്ക് ചെയ്തവരിലാണ് ലക്ക് ഫാക്ടർ ഉണ്ടാവുക, അല്ലാണ്ട് ഒന്നും പഠിക്കാത്തവരിൽ പോയിട്ട് ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എനിക്ക് ഫസ്റ്റ് PSC ഞാൻ നമ്മുടെ UG കോഴ്സ് കഴിഞ്ഞിട്ട് 2017 തോന്നുന്നു ഫസ്റ്റ് PSC വിളിച്ചത്. 2017-18 ആ ഒരു ടൈമിൽ, ആ സമയത്ത് ഞാൻ PSC എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒന്നും പഠിക്കാണ്ട്, ഞാൻ പറഞ്ഞില്ലേ UG കഴിഞ്ഞു, ആ ഒരു ചുമ്മാ പോയിട്ട് എഴുതി, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ലക്ക് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ലക്ക് കൊണ്ട് ജയിച്ചു പോയി എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവരിൽ 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്ന, അതാണ് ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ്. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾ സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു, ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് കിട്ടണം, അപ്പം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പം ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്യാപ്പാണ്. ആ സമയത്ത് നമ്മുടെ ആ ഒരു നമ്മൾ പഠിച്ച അത്ര പോലും നമുക്ക് ആ ഒരു സിലബസുമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല, ആ ഒരു ബേസിക്സ് ആയിട്ട് തീരെ ടച്ച് ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നേ ഉള്ളൂ, നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് അങ്ങനത്തെ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തതാണ് എനിക്ക് PSCക്ക് കൂടെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു PG എൻട്രൻസിന് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ PG എൻട്രൻസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലിനിക്കിലിരിക്കുന്ന സമയത്ത് ഒരു 3 ഇയേഴ്സൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം പേഷ്യൻസ് വരാറുണ്ട്. പക്ഷേ എന്നാൽ കൂടെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു സെയിം റൂട്ടീൻ, ഇപ്പോൾ രാവിലെ ക്ലിനിക്കിൽ പോകുന്നു, ഉച്ചയ്ക്ക് വരുന്നു, പിന്നെ ഞാൻ ഉച്ചവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ഹസ്ബൻഡാണ് ക്ലിനിക്കിലുണ്ടാവുക. അപ്പം ഉച്ചവരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ കിടന്നുറങ്ങുന്നു, പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, വീട്ടിൽ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു റൂട്ടീൻ, സെയിം രാവിലെ എണീക്കുന്നു, വീണ്ടും പോകുന്നു. അതിനപ്പുറത്തോട്ട് എനിക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും നമുക്ക് പഴയ പോലത്തെ കോളേജ് ലൈഫ് അതിനെക്കുറിച്ച്. ഇപ്പോൾ കോളേജിൽ നമ്മൾ ഗ്രൂപ്പ്സിലൊക്കെ വരുന്ന മെസ്സേജസും അതുപോലെ തന്നെ പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും കൂടി കോളേജിലൊന്ന് പോകണം, പിന്നെ കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ PGക്ക് കയറുമ്പോൾ
PGക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാം, നമുക്ക് കോളേജിലൊക്കെ പോയിട്ട് പഴയ ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ PG എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ, അതായത് കോഴ്സ് കഴിഞ്ഞ് 3 ഇയേഴ്സ് അതിൻ്റെ ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പാസ്സായിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ബേസിക്സ് വളരെ വളരെ എൻ്റെ വളരെ കുറവായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ഡോക്ടേഴ്സ്, ഇപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിയ ഡോക്ടേഴ്സൊക്കെ ചിലപ്പം കോഴ്സ് കഴിഞ്ഞ ഉടനെ, അപ്പോൾ എനിക്ക് സനുശ്രീനൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ സീനിയറായിട്ട്, എൻ്റെ PGക്ക് പഠിക്കുമ്പോൾ സീനിയറായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ PM ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അവളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അത്രയും ബേസ് ഉണ്ട് അവൾക്ക്. അവൾ അങ്ങനെ പഠിച്ച് എന്താ പറയുക, സ്കോർ ചെയ്ത് അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് പഠിച്ച ഒരു കുട്ടിയാണ്. അപ്പം അവളെ പോലെ അല്ലാത്ത ഒരാളാണ് ഞാനൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ആ സമയത്ത് പഠിക്കാൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ PHFൻ്റെ കോച്ചിങ്ങാണ്, ഓഫ്ലൈൻ കോച്ചിങ് ജോയിൻ ചെയ്തു PG എൻട്രൻസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ സൺഡേയ്സും അവിടെ പോകും. അപ്പോൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, അങ്ങനെ അത് അറ്റൻഡ് ചെയ്യും. അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം. അപ്പോൾ അവിടുന്ന് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ മെറ്റീരിയലാണ് ബാക്കിയെല്ലാം ഞാൻ ചെയ്തത്. ആ മെറ്റീരിയൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയർ ഞാൻ മെറ്റീരിയൽ പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ കീനോട്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം പഠിച്ചു. പിന്നത്തെ ഇയർ, അപ്പോൾ ആ ഫസ്റ്റ് ഇയർ എനിക്ക് റാങ്ക് വളരെ കുറവായിരുന്നു PGTക്ക്. പിന്നെ രണ്ടാമത്തെ വർഷമാണ് ഞാൻ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളത്. അന്ന് ആ സമയത്ത് നമ്മളിപ്പോൾ PHFൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ PHFൻ്റെ തന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സസിൻ്റെ സമയത്ത് ഇപ്പോൾ മെറ്റീരിയൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. അതൊക്കെ ഞാൻ മെറ്റീരിയലിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പം എൻ്റെ മെറ്റീരിയൽ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൽ കുറേ സ്റ്റിക്കി നോട്ട്സ് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. PHFൻ്റെ മെറ്റീരിയൽ മാത്രമല്ല, IBASICും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ചില ടോപ്പിക്സ് ഞാൻ PHFൻ്റെ മെറ്റീരിയൽ, ചില ടോപ്പിക്ക് IBASIC, അങ്ങനെയായിരുന്നു ചില സബ്ജക്ട്സ്. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് എന്താണ് ഇത് വെക്കുക, അതാണ് എൻ്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ MCQs എവിടെ നിന്നൊക്കെ കിട്ടുമോ ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ടെലഗ്രാമിൽ നമുക്ക് ഒരുപാട് ക്യൂസസ് ഉണ്ടെന്ന് അറിയാം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതല്ലാണ്ട് പിന്നെ വേറെ MCQs നമ്മുടെ ഹോമിയോ ബുക്കിലൊക്കെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഡെയിലി വർക്കൗട്ട് ചെയ്യും. 200, 400, 500, എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് തെറ്റ് പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഇപ്പോൾ ഒരുപാട് PSC ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ PSC 1991 മുതലുള്ളതൊക്കെ ഉണ്ട്. അപ്പം അത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിപ്പോകും. ആ ക്വസ്റ്റ്യൻസ് എന്താണോ, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, ആ ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻ ഞാൻ നന്നായിട്ട് തറവായിട്ട് പഠിക്കും. ഇങ്ങനെ എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സിൽ സൈഡിൽ എഴുതി വെക്കും. ഞാൻ ഈ PHFൻ്റെ മെറ്റീരിയൽ ഇല്ലാണ്ട് എക്സ്ട്രാ കുറച്ച് നോട്ട്സ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ MCQs നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഞാൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ എനിക്ക് അറിയാത്ത പോയിന്റ്സ് ഞാൻ എഴുതി വെക്കായിരുന്നു. ഇപ്പോൾ FMT, ബയോകെമിസ്ട്രി, പത്തോളജി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അതിങ്ങനെ എഴുതി വെക്കും. അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു ശീലമായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ നോട്ട്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് ആഡ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്, നമുക്കൊരു കമ്പൈൻ പാർട്ട്ണർ ഉണ്ടാവുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ അത് മുന്നോട്ട് വന്ന് ചെയ്തതല്ല. എൻ്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു, ഫാത്തിമ അലി എന്ന് പറയുന്ന. അവളിപ്പം മെഡിക്കൽ PG ചെയ്യാണ് കാലിക്കറ്റ്. അപ്പോൾ അവൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഞാൻ UGക്ക് പഠിക്കുന്ന സമയത്ത് അവൾ എൻ്റെ ജൂനിയർ ആയിട്ട് കോളേജിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എനിക്ക് പേഴ്സണലി, ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, സ്ഥലത്ത് നമുക്ക് ഒന്ന് കമ്പൈൻ സ്റ്റഡി ആക്കിയാലോ അപ്പം ഞാൻ പറഞ്ഞു എല്ലാ ടോപ്പിക്കും വേണ്ട, നമുക്ക് മെഡിക്കൽ പോലത്തെ എന്തെങ്കിലും സബ്ജക്റ്റ്. എനിക്ക് മെഡിക്കലായിരുന്നു കുറച്ചും കൂടി ടഫ് പഠിക്കാനൊക്കെ. അപ്പം ഞാനത് പറഞ്ഞു, മെഡിക്കൽ നമുക്ക് അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഫാത്തിമയും കൂടെ മെഡിക്കൽ കമ്പൈനായി പഠിച്ചത് ഞാൻ ഫാത്തിമയുടെ കൂടെയാണ്. അവൾ എങ്ങനെയാ വെച്ചാൽ ഞങ്ങളൊരു 5 ഡ്രഗ്സ്, ഇപ്പോൾ ഡെയിലി ഒരു 5 ഡ്രഗ്സ് പറയും. ആ 5 ഡ്രഗ്സ് നമ്മൾ രണ്ടുപേരും വായിക്കണം. അപ്പോൾ ആദ്യമൊക്കെ 2 ഡ്രഗ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെയാണ് 5 ഡ്രഗ്സിലൊക്കെ വന്നത്. അപ്പം ആ ഒരു 2 ഡ്രഗ്സിന്ന് അവളൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, ഞാനൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ രണ്ട് മാത്രമുള്ള. എന്നിട്ട് അതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇടും, അവൾ അതിന് ആൻസർ ചെയ്യും, അവളിട്ട ക്വസ്റ്റ്യന് ഞാനും ആൻസർ ചെയ്യും. അങ്ങനെ ഞങ്ങൾ
മെറ്റിയമെഡിക്ക് അത് ഫുൾ, അതായത് നമ്മൾ ഫസ്റ്റ് കീനോട്ടാണ് മെയിൻലി, പിന്നെ ബോറിക്കിൽ ഇറ്റാലിക്സ്, അതുപോലെ തന്നെ ഇൻട്രോ പാർട്ട് അതാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ബോറിക്ക് നമുക്ക് എപ്പോഴും ഇരുന്ന് വായിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ബോറിക്കിലെ ഇൻട്രോയിലുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ കീനോട്ടിൽ എഴുതി വെക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇറ്റാലിക്സ് പാർട്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഈ പ്രൂവർ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, അതൊക്കെ എൻ്റെ കീനോട്ടിൽ നമ്മൾ ഓരോ ഡ്രഗിൻ്റെയും ഫസ്റ്റായിട്ട് എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മെറ്റിയമെഡിക്ക് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ ക്രാക്ക് ദി എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് അതും അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അതിലൊരു മൈൻഡ് എന്നുള്ളൊരു പോർഷൻ വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെക്കും. ആ ക്വസ്റ്റ്യൻ പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രാക്ക് ദ എൻട്രൻസ് ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് PG എൻട്രൻസിൻ്റെ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത രീതിയാണ്, PSCക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ എയിം ഹോമിയോപ്പതി, പിന്നെ അതുപോലെ തന്നെ ഹോമിയോപീഡിയ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ വെബ്സൈറ്റിലൊക്കെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് പെയ്ഡായിട്ടും അല്ലാതെയൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പറ്റുന്നതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. മാക്സിമം MCQs അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. ഒരു വിധം ഞാൻ ബേസിക്സ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം MCQ അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോമിയോ ബുക്കിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ FMT റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫിസിയോളജി, അങ്ങനെ കുറച്ച് നോട്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് നോട്ട്സ് കുറച്ച് ഷോർട്ടാക്കിയിട്ട് ചില ഡോക്ടേഴ്സ് ഇട്ട നോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എഴുതി വെക്കും. അതായത് എനിക്കൊരു നോട്ടുണ്ട്, അതിൽ ഞാനിങ്ങനെ FMTയിലെ ഈ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കും. അതിലേക്കാണ് ഞാൻ MCQ പോയിന്റ്സ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെപ്പട്രി ഞാൻ പഠിച്ചത് ഇപ്പോൾ നമ്മുടെ റെപ്പട്രി ഷാജിന മാമിൻ്റെയും അതുപോലെ തന്നെ രാക്കാൽ സാറിൻ്റെയും ഒക്കെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു PHFൻ്റെ കോച്ചിങ്ങിന്. അതിൻ്റെയൊക്കെ നോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നോട്ടാക്കി വെച്ചതിൻ്റെ കൂടെ പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഗൈനക് ആണെങ്കിലും ഒബ്സ്ട്രെറ്റിക്സ് ആണെങ്കിലും ഷിംന ഡോക്ടർ അവരുടെയൊക്കെ ക്ലാസ്സസ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ PHFൻ്റെ കോച്ചിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ്സസ് അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു ബാക്കി മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ IBASIC ഞാൻ പറഞ്ഞു, പിന്നെ VK ചൗഹാനിലെ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ 3 വോളിയൂംസ് ആണുള്ളത്. പക്ഷേ അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ഓപ്ഷൻ കൊടുത്തതിൽ. പക്ഷേ അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേസൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ ടേണിംഗ് പോയിന്റ്, അതിൽ നിന്നൊക്കെയുള്ള MCQs ആണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ APGT എക്സാം ആവാൻ ആ ഒരു 3 വീക്സ് ബാക്ക് ഒരു ഫ്രണ്ട് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സാലി ഡോക്ടറിൻ്റെ, അപ്പോൾ അവരൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് മൊമെന്റ് റിവിഷനിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണമെന്ന്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അതേപോലെ തന്നെ പോയിന്റ്സ്, ഞാൻ എക്സാമിൻ്റെ ലാസ്റ്റ് വരെ എനിക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുന്ന ശീലം എനിക്കുണ്ട്. അത് എന്നാണോ എക്സാം അതിൻ്റെ തലേന്ന് വരെ ഞാൻ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് ഒരു ഗോൾഡൻ MCQ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഈ സക്സസിൻ്റെ ചൗഹാൻ എന്തൊക്കെ ബുക്സിൻ്റെ ഇത് MCQs ഉണ്ടാവുമല്ലോ, ആ MCQs പോയിന്റ് ആയിട്ട് കൊടുത്തത്. ആ ബുക്ക് ഞാൻ എന്നിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ എക്സാമിൻ്റെ ഒരു 3 വീക്സ് ബാക്കാണ് ഞാനത് ഓർഡർ ചെയ്തത്. അപ്പം എനിക്കത് കുറച്ചും കൂടി യൂസ്ഫുള്ളായി തോന്നി. 1-2 മിസ്റ്റേക്സ് ഉണ്ടെന്നല്ലാണ്ട്, ഇപ്പോൾ പോയിന്റ് മാത്രം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ബുക്ക് വാങ്ങിച്ചോളൂ. അത് റിവൈസ് ചെയ്യാൻ എളുപ്പം. ഞാനത് PSCയുടെ സമയത്തും ആ ബുക്ക് എടുത്ത് വെച്ചത് ലാസ്റ്റ് റിവൈസ് ചെയ്യാൻ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി, ഒരു സ്റ്റഡി ജേണി എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ PGക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഒരു 3 മന്ത്സിൽ ഏറ്റവും ലാസ്റ്റത്തെ 2 മന്ത്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഫുഡ് കഴിക്കാനും ഉറങ്ങാനും അല്ലാത്ത ബാക്കിയുള്ള സമയത്തെല്ലാം ഇടയ്ക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ കേൾക്കും. അതിൻ്റെ അപ്പുറം ആ ഒരു 2 മന്ത്സ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും പഠിച്ച ആ ബേസിക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ മുമ്പാണെങ്കിലും ലാസ്റ്റ് 2 മന്ത്സ് നമ്മൾ വേറെ ഒന്നിലും ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ PSCക്ക് വേണ്ടി എങ്ങനെയാണ് പഠിച്ചത്. അപ്പം ഈ ഒരു എന്താ പറയുക ബേസിക്സ് എനിക്ക് അത്യാവശ്യം ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ആ ഒരു ബേസ് എനിക്ക് ഉണ്ടാക്കി ഇന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ APGT എനിക്ക് കിട്ടി. അതിന് ശേഷം ഞാൻ കാലിക്കറ്റ് PMൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ PSC അപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഫസ്റ്റ് പാർട്ട് എക്സാം ആവുന്നതിൻ്റെ ഒരു 2 months മുമ്പാണ് ഞങ്ങളുടെ ഇപ്പോൾ PSC എക്സാം ഉണ്ടെന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ PSC വരും എന്നറിഞ്ഞ സമയം തൊട്ട് തന്നെ എന്താണ് നമ്മളിപ്പം PG ചെയ്യുമ്പോൾ ആ ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എപ്പോഴും ഇപ്പോൾ PSC നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കൂടെയുള്ളവരെല്ലാവരും ഇപ്പോൾ PGക്ക് ഉള്ള നമ്മുടെ കൂടെയുള്ള സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ പഠിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എസ്പെഷ്യലി എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എല്ലാവരും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സീനിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം സനുശ്രീ, സഹല, മനുശ്രീ, അങ്ങനെ സശ്മി, അങ്ങനെ കുറച്ച് പേരുള്ള 6 പേരുള്ള ഒരു ടീമായിരുന്നു. അവരുടെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 6 പേരും കമ്പൈൻ ആയിട്ടാണ് പഠിക്കുക. അവർ കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. ആ ഒരു അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അതിനോട് യൂസ്ഡ് ടു ആവും. അപ്പം അപ്പോഴും നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പം അതൊരു എനിക്ക് ശരിക്കും നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു അവരെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ശില്പ, നിമിയ, ശ്രീ, അവരൊക്കെ. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ഞാൻ കമ്പൈനായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. PSCയുടെ സമയത്ത് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ച പഴയ നോട്ട്സൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തു. അതാണ് ഞാൻ PSCയുടെ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് നമ്മുടെ നോമ്പൊക്കെ ഉള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഫാസ്റ്റിങ്ങിന് നമ്മുടെ അത്താഴത്തിൻ്റെ സമയത്ത് എണീക്കുമല്ലോ. പിന്നെ അതിന് ശേഷം യൂഷ്വലി ഞാൻ രാവിലെ പഠിക്കുന്ന ആളല്ല. ഞാൻ നൈറ്റ് ഒരുപാട് സമയം ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ആളാണ്. രാവിലെ ഒട്ടും പറ്റാത്ത ആളാണ്. പക്ഷേ നമ്മൾ നോമ്പിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആവുമല്ലോ. ആ സമയത്ത് പിന്നെ ഞാൻ ഉറങ്ങാറില്ല. ആ സമയത്ത് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യും, പഠിക്കും. അങ്ങനെ ആ ഒരു സമയം നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മൈ ഫാദർ, അതുപോലെ തന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ഹസ്ബൻഡ്, എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ പിന്നെ ഫാമിലിയിലാണെങ്കിലും അപ്പോൾ എനിക്കെപ്പോഴും ഫാമിലി എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. ആക്ച്വലി എനിക്ക് ഈ ഒരു PSC ക്രാക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും, ഞാൻ ചെറുപ്പം തൊട്ടേ ഉപ്പയും ഉമ്മയും ഗവൺമെൻറ് ടീച്ചേഴ്സാണ്. അപ്പം എനിക്കറിയാം ഈ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പം നമുക്ക് ചിലപ്പോൾ അതിനെക്കാട്ടിലും ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ് ജോലി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മന്ത്ലി കിട്ടുന്ന സാലറി അത് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സ്ട്രഗിൾ നമുക്ക് അറിയൂല. അപ്പം ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിലും അവൾ എന്നെക്കാളും 7-8 years അതിനേക്കാളും യങ്ങറാണ്. പക്ഷെ അവൾ UG കഴിഞ്ഞ് അവൾ അഗ്രികൾച്ചർ ആയിരുന്നു. PG ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ PSC കയറി അഗ്രികൾച്ചർ ഓഫീസറായി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും അവൾക്കൊക്കെ കയറാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഇപ്പോഴും ഈ ഒരു ക്ലിനിക്കിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് പിന്നെ എനിക്ക് വരാൻ തുടങ്ങി. അതായത് ഇപ്പോൾ PG കഴിഞ്ഞാലും ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു മോട്ടിവേഷൻ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ബ്രദർ ആണെങ്കിലും എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്. നമുക്ക് കിട്ടണം എന്ത് വന്നാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ മോട്ടിവേഷനൊക്കെ കിട്ടി, അത് കിട്ടി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസും അതിൻ്റെ ഇടയിൽ വരും. നമ്മളിങ്ങനെ വിചാരിക്കും നമ്മൾ ഈസിലി ഗോയിങ് ആണ്, നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് പല സ്ട്രഗിൾസും നമ്മുടെ ലൈഫിൽ വരും. അത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഫാമിലി, ഹസ്ബൻഡ്, കുട്ടികൾ, പാരൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് പറയാം, അതൊക്കെ നല്ലതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ആലോചിക്കുക. അപ്പം നമ്മുടെ ഒരു എസ്പെഷ്യലി നമ്മൾ പെണ്ണുങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നവർ. ഇപ്പോൾ ഞാൻ ക്ലിനിക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഡോക്ടർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ PGക്ക് ജോയിൻ ചെയ്തതിന് ശേഷം തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് ഫാമിലിനോടൊക്കെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, അവളിപ്പോഴും പഠിക്കാൻ വിട്ടിട്ട് എന്തിനപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കാൻ വിടുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ വരുന്ന നെഗറ്റീവ്സിനെയാണ് നമ്മൾ എന്താക്കി
നമ്മുടെ മോട്ടിവേഷനാക്കി മാറ്റേണ്ടത്. എന്താണോ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ്, അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മളതിനെ ഫേസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം നമുക്ക് പേടിയാണ് എല്ലാത്തിനും. ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പലരും പല ഒബ്സ്റ്റക്കിൾസിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുറത്ത് കാണുന്ന ആൾക്കാരായിരിക്കില്ല അകത്തുണ്ടാവുക. അപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അതിനൊക്കെ ഫേസ് ചെയ്യുക. ഫിയർ എന്ന് പറഞ്ഞാൽ ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ എന്നല്ല. ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് എന്നാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഫേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടി മാക്സിമം എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങുക. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം എന്നൊന്നുമില്ല. അത് എല്ലാവർക്കും ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ചില സമയത്ത് എന്താ പറയുക, അപ്പോൾ നമ്മൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും. പക്ഷെ എക്സാം അടുപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരിക, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മൾ ആ സമയത്തൊക്കെ നന്നായിട്ട് പറ്റുന്ന പോലെ പഠിച്ചിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ചതിനുള്ളത് നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെയാണ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തത് ഞാൻ പറഞ്ഞു. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെറ്റീരിയൽ പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ദ എൻട്രൻസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീനോട്ട് പ്ലസ് ബോറിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർഗനോൺ ഓഫ് മെഡിസിൻ ആണെങ്കിലും എല്ലാത്തിനും ആക്ച്വലി എനിക്ക് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയൽ അല്ലാണ്ട് എക്സ്ട്രാ എനിക്കായിട്ട് കുറച്ച് ഒരു പോയിന്റ്സ് എഴുതി വയ്ക്കുന്ന നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ MCQs കിട്ടുന്നത് അതും ഞാൻ എപ്പോഴും റിവൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ OM ഒക്കെ ആണെങ്കിൽ അഫോറിസംസ് നമ്മളെ ഓർഗനോൺ ഓഫ് മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ പുറമേ ആണെങ്കിൽ സക്സസിൻ്റെ അതായത് സക്സസ് എ ഗൈഡ് ബുക്ക് ഓൺ ഹോമിയോപ്പതി എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഹോമിയോപ്പതിക് പാർട്ടാണ് ഞാൻ ഹോമിയോപ്പതി പാർട്ടിൽ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ PHFൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ IBASICO ആയിരുന്നില്ല. സക്സസിൻ്റെ ഹോമിയോപ്പതിക് ആ ഒരു പാർട്ട് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതിൽ അഫോറിസംസും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പറയുന്നുണ്ട്. പ്രിഫേസിൻ്റെ ഓരോ എഡിഷൻ്റെയും പ്രിഫൈസ്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് ബുക്ക് വാങ്ങിക്കുക തന്നെ കുറച്ചും കൂടി ന്യൂ എഡിഷൻ വാങ്ങിക്കുക, അതിൽ കുറച്ചും കൂടി അഡീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, പിന്നെ ഞാൻ PGക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഓൾറെഡി PMൽ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സെമിനാർസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റൗണ്ട്സിന് പോകുമ്പോഴും ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഇപ്പോൾ ഹമീദ് സാറും ലിസ്മി മാഡും ആയിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ്. അപ്പോൾ കുറേ പോയിന്റ്സ് ഇപ്പം നമ്മൾ റൗണ്ട്സിന് വരുമ്പോൾ തന്നെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടും. അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഈ എന്താ പറയുക, PSCയുടെ സമയത്ത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ PG ചെയ്യുന്നവരെ കാര്യം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ PG ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഒരു ടച്ചും, അതായത് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് കുറേ ഇയേഴ്സ് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അവരൊന്നും പേടിക്കണ്ട. അപ്പോൾ PG ചെയ്യുന്നവർക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരും ഇങ്ങനെ വെറുതെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ കിട്ടുമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ PG ചെയ്യുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സീനിയേഴ്സിനെ കണ്ടിട്ടും നമ്മുടെ കൂടെയുള്ളവരെ കണ്ടിട്ടൊക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് കുറച്ചും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ടെലഗ്രാമിൽ കുറേ ക്യൂസസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ പറയുക, എൻ്റെ സ്ക്രീന് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ ആണോ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ടെലഗ്രാമാണ് ഇത്. ഇപ്പോഴത്തെ അല്ല, ഞാൻ എൻ്റെ പഴയ ഫോണിലുണ്ടായിരുന്ന ടെലഗ്രാമിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട്
എന്താണ് ഹോമിയോപ്പതിക്കായിട്ടും അല്ലാതെയും ഒരുപാട് ഗ്രൂപ്പ്സ്. ഇത് 2023 ഞാൻ ലാസ്റ്റ് ഈ ടെലഗ്രാം ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം വന്ന ഗ്രൂപ്പ്സ് ഒന്നും എനിക്കറിയില്ല. അന്ന് പറ്റാവുന്ന ഗ്രൂപ്പ്സ് ഒക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ ഹോമിയോപ്പതിക്ക് അല്ലാണ്ടും നീറ്റ് PGൻ്റെയും ഒക്കെ ഗ്രൂപ്പ്സ് ഇതിൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഗ്രൂപ്പ്സിലെല്ലാം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലെയും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇല്ല എന്നല്ല, ചിലതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോമിയോ ഗുരുജിയിലൊക്കെ എപ്പോഴും ക്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹോമിയോപീഡിയ, മെഡി എക്സ്പ്രസ് എല്ലാത്തിലും സക്സസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാത്തിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറമെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് ഡോക്ടർ നേഹ തെനേജ കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇത് ഒരു നീറ്റ് PG പ്രിപ്പറേഷൻ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പാണ്. ഇതിൽ കുറച്ചും കൂടി കമ്മ്യൂണിറ്റി മെഡിസിനിൽ കുറച്ചും കൂടെ എന്താ പറയുക അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഡോക്ടറിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയുക ന്യൂ ഇൻഫർമേഷൻസ് കുറച്ചും കൂടെ, ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ പുതിയ എഡിഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ക്യൂസസ് ഒക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ എന്താണ് ഇങ്ങനെ ഇതുപോലെ തന്നെ നീറ്റ് PG ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിലൊക്കെ ഫോളോ ചെയ്യാം. അതിലൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. പിന്നെ എൻ്റെ ഒരു ഇതാണ് MCQ ടിപ്സ്. ഇത് ഞാൻ മാത്രമുള്ള 2-3 ഗ്രൂപ്പിനായിട്ട് ഒന്നാണ്. ഈ MCQ ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ കിട്ടുന്ന ഇൻഫോഗ്രാഫിക്സ്, ഇപ്പൊ പല ഗ്രൂപ്പ്സിൽ നിന്നും ഷെയർ ചെയ്യുന്ന ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഞാൻ എനിക്കായിട്ട് ഇങ്ങനെ മാറ്റി ടാബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. അതൊക്കെ ഞാൻ ഈ ഗ്രൂപ്പിലേക്കാണ് ഇടുക. ഇതൊക്കെ ലാസ്റ്റ് മൊമെന്റ് റിവ്യൂ. ഇത് ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്തതാണ്. ഇത് പിന്നെ ഞാൻ PSCക്ക് വേണ്ടിയിട്ടും എനിക്കത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസിന്റെ ഗ്രൂപ്പ്, പിന്നെ സേവ്ഡ് മെസ്സേജസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ സേവ്ഡ് മെസ്സേജസിൽ എടുത്ത് വെക്കും. എന്നിട്ട് അത് പിന്നെ അത് റെഫർ ചെയ്യും, പിന്നെ അതൊന്നും കൂടെ റിവൈസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഡോക്ടർ DS ടിപ്സ്, ഇത് സക്സസിന്റെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, അതിന് ആൻസർ എല്ലാവരും ചെയ്യും. ഡോക്ടർ ദീപാസ് ശ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ, എനിക്ക് ഡോക്ടറെ സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷെ ഞാൻ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അത് എങ്ങനെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് അത് ഈ ഒരു ഡോക്ടർ DS ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക്, എൻ്റെ തന്നെ ഗ്രൂപ്പിലേക്ക് ഞാനത് ഫുൾ ഫോർവേഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് മൊമെന്റ് PSCക്ക് വേണ്ടിയിട്ടും PGക്ക് വേണ്ടിയിട്ടും റിവൈസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു 2-3 ഗ്രൂപ്പ്സ് എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഓരോ മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഒരു ഗ്രൂപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏതെങ്കിലും മെറ്റീരിയലൊക്കെ ഉണ്ടാവുമല്ലോ ഓൺലൈനായിട്ട്, മെറ്റീരിയൽസ് ഒക്കെ ഗ്രൂപ്പ്സിൽ വരുന്നതൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് വെക്കുമായിരുന്നു. അതൊക്കെയാണ് ഞാൻ എൻ്റെ ടെലഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നത് ഈ എന്താ പറയുക മൂവീസ് കാണാൻ മാത്രമല്ല, ഇങ്ങനത്തെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ടെലഗ്രാമിൽ ആക്ച്വലി ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പൊ എല്ലാവർക്കും ടെലഗ്രാമിൽ ക്യൂസസും ഒക്കെ എല്ലാവർക്കും ക്യൂസസ് അറ്റൻഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. എല്ലാവർക്കും ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ചിലർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ സീക്രട്ട് മെത്തേഡ് എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നല്ലതാണ്. അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് നമ്മുടെ സ്വന്തം സ്റ്റഡി പ്ലാൻ ആണ് ആക്ച്വലി. അത് ഒരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് മൈൻഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കും വേണം. അതിന് കൂടെ നമ്മൾക്കും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സൈഡിൽ വെക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് പെട്ടെന്ന് നോക്കി പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് വെച്ചിട്ട് ഇത് വെച്ച് അത് വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ മെറ്റീരിയൽ ഇരുന്ന് ഫുള്ള് വായിക്കുക, അങ്ങനത്തെ നമുക്ക് സമയം ഉണ്ടാവില്ല. ആക്ച്വലി ആ ഒരു ലാസ്റ്റത്തെ ഒരു 2 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്യണം. ഒരു മെറ്റീരിയൽ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ഞാൻ നോട്ടൊക്കെ അതുപോലെ തന്നെ സൈഡിൽ ഇപ്പോൾ സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ട് വെച്ചതാണെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും നോട്ട്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ച് എനിക്ക് PSC PG എൻട്രൻസ് കിട്ടി. പിന്നെ ഞാൻ PGക്ക് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് PSCക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ
നമ്മളെ കൊണ്ടാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റും. ഞാൻ യൂഷ്വലി കേട്ടിരുന്നത് PHF കോച്ചിങ്ങിനായിരുന്ന സമയത്ത് അതിലൊരു ഇൻട്രോ ക്ലാസ് ഉണ്ടായിരുന്നു വഹാബ് ഡോക്ടറിന്റെ. അപ്പോൾ ഡോക്ടർ എൻ്റെ സീനിയർ ആയിട്ട് ഞാൻ UG ചെയ്തപ്പോൾ PG നമ്മുടെ കാലിക്കറ്റ് ചെയ്തിരുന്ന ഡോക്ടറാണ്. അപ്പം ഡോക്ടർ അത്യാവശ്യം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും. എനിക്കൊന്നും പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്ന സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സീനിയേഴ്സിനോട് ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എവിടെ നിന്നാണോ പോസിറ്റീവ് എനർജി കിട്ടുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട്, ഇപ്പോൾ നിങ്ങൾ കോച്ചിങ് ജോയിൻ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസിനോട് മാക്സിമം ചോദിക്കുക. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സ് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ്, ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഹോമിയോ കോളേജസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു ബോണ്ട് നമുക്ക് എപ്പോഴും ചില കോളേജസിലുണ്ട്, ചില കോളേജസിലില്ല. പക്ഷെ നമ്മൾ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ഒരിക്കലും നമ്മളെ എന്താ പറയുക താഴ്ത്തുക അങ്ങനെയൊന്നുമില്ല. അവരോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ PG പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കോച്ചിങ്ങിനുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റീസിനെ യൂസ് ചെയ്യുക, അവരോട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിനൊക്കെ. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും. എന്താ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ, അതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക, മാക്സിമം ഇൻട്രാക്ട് ചെയ്യുക, മാക്സിമം ലൈവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഒരു കുറച്ച് കാലം പഠിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാം, ആ ഒരു തോട്ട് പാടില്ല. പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എക്സാം ആവുന്നവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. എന്ന് എഴുതിയിട്ട് നമ്മൾ ഫുൾ ബർഡൻ എടുത്ത് തലയിൽ വെക്കണം എന്നല്ല പറയുന്നത്. ഒരു ദിവസത്തിൽ ഇത്ര സമയം പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം പഠിക്കുക, ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റിലേക്കല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയം വെക്കുക. ആ സമയത്ത് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഇപ്പം ആ ഒരു സമയമാണ്. ഇനി ഇപ്പോൾ ഈ ഒരു PSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യില്ല. അപ്പം ഓൾറെഡി നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒന്നും കൂടെ പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വീണ്ടും ഫ്യൂച്ചറിൽ, അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ അടുത്ത PSCക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളത്തേക്ക് വെക്കരുത്. അപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് SPM ഇഷ്ടമുണ്ടാവില്ല, ചില ആളുകൾക്ക് FMT ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ആക്ച്വലി SPM FMT പോലുള്ള അതുപോലെ തന്നെ സബ്ജക്ട്സുകളാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ആക്ച്വലി അതിൻ്റെ FMTക്കൊന്നും അത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് അത്യാവശ്യം അറിയുണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ അതിനെ സ്പെൻഡ് ചെയ്യായിരുന്നു എക്സ്ട്രാ. എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ടെൻഡൻസി ആയിരുന്നു, അതെനിക്ക് മാറ്റാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഏതാണോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ, അല്ലെങ്കിൽ ഏറ്റവും പഠിക്കാൻ പ്രയാസമുള്ളത്, ചിലർക്ക് PM ആയിരിക്കും, ചിലർക്ക് മെറ്റിയാമെഡിക് ആയിരിക്കും, ചിലർക്ക് ഓർഗനോൺ ആയിരിക്കും, ഏതാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചിലർക്ക് ബയോകെമിസ്ട്രി ആയിരിക്കും. ബയോകെമിസ്ട്രി ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ട്. എനിക്കും അങ്ങനെ ബയോകെമിസ്ട്രി വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിലപ്പം ചോദിക്കാം. കഴിഞ്ഞ PSCക്കൊക്കെ ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനൊക്കെ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ FMT അതുപോലെ തന്നെ SPM എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി അപ്ഡേഷൻസ് വേണം. അത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ പുതിയ ബുക്സ്, അതായത് ന്യൂ എഡിഷൻസ് വായിക്കാൻ നോക്കുക. ഓൾറെഡി ഓൾഡ് എഡിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ കോച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അവരോട് ഫാക്കൽറ്റീസിനോട് പുതിയ പോയിന്റ്സ് ഒക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെറ്റിയാമെഡിക്ക എന്നും വായിക്കാൻ പറ്റുമെങ്കിൽ എന്നും വായിക്കാം. മെറ്റിയാമെഡിക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് മെറ്റിയാമെഡിക്ക നല്ല ഇഷ്ടം ഉണ്ടാവും, അവർ നന്നായിട്ട് തറവായിട്ട് അറിയുന്ന മെറ്റിയാമെഡിക്ക അറിയുന്നവരൊക്കെ ഉണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ മെറ്റിയാമെഡിക്ക ഡിഫിക്കൽട്ട് ആണ്, ഞാനത് മെറ്റിയാമെഡിക്ക മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. മെറ്റിയാമെഡിക്ക, ഓർഗനോൺ, റെപ്പർട്ടറി,
ഫാർമസി ചെറിയ പോർഷനാണ്, അത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം അതിന് കുറച്ച് സമയം, ഒരുപാട് സമയമൊന്നും ഫാർമസിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട, കാരണം അത്രയും പോർഷനെ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പം അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഫാർമസി കുറച്ച് സമയമാണെങ്കിൽ കൂടി അത് നന്നായിട്ട് വീണ്ടും റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാനും സുഖമാണ്. അപ്പം അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതാണെന്നുള്ളത് ആലോചിക്കുക. അപ്പം അതൊരിക്കലും ഒരു സബ്ജക്റ്റും സ്കിപ്പ് ചെയ്യാതെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ളത്, ഇപ്പം ഹോമിയോപ്പതി സബ്ജക്റ്റ് വെയിറ്റേജ് കൂടുതലാണ്. അപ്പം അത് നന്നായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ PM, സർജറി, അനാട്ടമി, ഫിസിയോളജി ഇതൊക്കെ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പം ഇപ്പോൾ എന്താ പറയുക, ചില ആളുകൾക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റ് മാത്രം ഇഷ്ടമുണ്ടാവുള്ളൂ, പക്ഷെ ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ വായിച്ച് പോവാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ഏതാണോ ടഫായിട്ടുള്ള സബ്ജക്റ്റ് അത് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ നോക്കുക. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ഞാനിത് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ആയിട്ടൊന്നും പറഞ്ഞതല്ല. ഞാൻ ആ ഒരു എൻ്റെ ഒരു ജേണി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും, എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും, എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിലും, എൻ്റെ ബാച്ച്മേറ്റ്സ് ആണെങ്കിലും, സീനിയേഴ്സ് ആണെങ്കിലും ഒക്കെ. അപ്പം അവർക്കൊക്കെ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആണ്. അപ്പം എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. അപ്പം ഒരുപാട് പേര് ഇപ്പോൾ കുറച്ച് പേര് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് സന്തോഷമാണ്. എല്ലാവരും ഒക്കെ എത്തിപ്പെടട്ടെ. നിങ്ങളും അടുത്ത ഒരു PSCയിൽ ലിസ്റ്റിൽ എല്ലാവരും ഫസ്റ്റ് 50ൻ്റെ ഉള്ളിൽ തന്നെ എത്തട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് 20ൻ്റെ ഉള്ളിൽ തന്നെ എത്തട്ടെ. എല്ലാവർക്കും എത്താൻ പറ്റില്ല, പക്ഷേ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ ഡോക്ടറെ, SPM-നും പ്രാക്ടീസ് ഓഫ് മെഡിസിനും എന്തെങ്കിലും മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ പ്രത്യേകിച്ച്? SPM-ഉം പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഞാൻ പഠിച്ചത് ആക്ച്വലി ഈ PHF-ന്റെ മെറ്റീരിയലും പിന്നെ IBASIC-ഉം രണ്ടും കൂടെ കമ്പൈൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ PHF-ന്റെ മെറ്റീരിയലാണ് ഞാൻ തറവായിട്ട് പഠിച്ചത്. അതിലില്ലാത്ത പോയിന്റ്സ് IBASIC-ൽ ആഡ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻസ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, സക്സസിൻ്റെ തന്നെ എന്താ പറയുക 3 വോളിയൂംസ് ഉണ്ടായിരുന്നു. സക്സസ് എ ഗ്രേഡ് ബുക്ക് ഓൺ ഹോമിയോപ്പതി. പക്ഷെ അതിൽ ആ ഒരു പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഒക്കെ വരുന്ന വോളിയം അത്രയ്ക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ പോയിന്റ് അതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ എക്സ്ട്രാ വായിച്ചത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് KVK ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്താ പറയുക കുറച്ച് ചില ടോപ്പിക്സ് ഒക്കെ ഡീപ്പായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് അന്ന് KVK ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേവിഡ്സണും അതുപോലെ തന്നെ ഹാരിസൺ ടെക്സ്റ്റ് ബുക്കും ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെമിനാർസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാമിന് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് PSC എക്സാം കഴിഞ്ഞപ്പോൾ June 24-നായിരുന്നല്ലോ PSC എക്സാം ഉണ്ടായിരുന്നത്. അതായത് 2023 ആ ഒരു എക്സാം കഴിഞ്ഞ് 2 months കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട്, അതായത് PGയുടെ ഫസ്റ്റ് പാർട്ട് എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് PSCക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു 2 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് PG എക്സാമിന് വേണ്ടിയിട്ട്, തിയറി എക്സാമാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കാനുണ്ടാവും. പോരാത്തിന് ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഹോമിയോപ്പതിക് ആയിട്ടുള്ള കോമൺ പാർട്ടും ഉണ്ട്. കോമൺ എക്സാം എന്ന് പറഞ്ഞിട്ട് കോമൺ സബ്ജക്ട്സ് ഉള്ള മെറ്റിയമേഡിക്ക, ഓർഗനോൺ, റെപ്പട്രി ഉള്ള ഒരു പേപ്പറുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു ആ ഒരു 2 months. അതുകൊണ്ട് ഞങ്ങളെ ബാച്ചിനെ കുറച്ച്, എൻ്റെ ബാച്ചിലാണ് സാഗർ ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ PGക്ക്. ഞങ്ങളുടെ ഒരു കറസ്പോണ്ടിങ് ബാച്ചിൽ അവൻ ഓർഗനോൺ മെഡിസിനിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അതും പഠിക്കണം ഇതും പഠിക്കണം എന്നുള്ള ഒരു ഇത്, എന്ത് പഠിക്കണം എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ല ഗുഹാസിന്. അപ്പം എന്താ പറയുക, അപ്പോൾ PM ഞാൻ ആ ഒരു സമയത്ത് ഓൾറെഡി എനിക്ക് ആ PM ഞാൻ PG ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് PSCക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ പോകുന്നത് കൊണ്ട് എക്സ്ട്രാ ബുക്ക് എന്ന് പറയാൻ മാത്രം ഞാൻ അങ്ങനെ നോക്കിയില്ല. ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് PM-ന്. പിന്നെ SPM ഞാൻ പറഞ്ഞല്ലോ, SPM-ൽ പാർക്കിൻ്റെ ന്യൂ എഡിഷൻ, അതിൽ നിന്നാണ് ഞാൻ കുറച്ച് പോയിന്റ്സ് റെഫർ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ PHF-ൽ നമ്മുടെ APGT കുട്ടികൾക്ക് വേണ്ടിയിട്ട് SPM കോച്ചിങ്ങിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുമ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ SPM നമ്മുടെ പാർക്കിലെ കുറച്ച് പോർഷൻസ് ഒക്കെ എന്താ പറയുക പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നെ അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ഞാൻ കുറച്ചും കൂടി നെറ്റിലും സൈറ്റിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് പഠിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ SPM-ന് വേണ്ടിയിട്ട് പഠിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ടെലഗ്രാമിലുള്ള ഗ്രൂപ്പ് ആ ഒരു SPM-ൻ്റെ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ
റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് SPM പഠിച്ചത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?